നന്ദൂസ് വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ. അപ്പൊ നമ്മള് നല്ലൊരു ഉറക്കുറങ്ങി ഇരിച്ചു. സത്യം പറഞ്ഞ ഒന്നര ആഴ്ച ശരിക്കും ഒരാഴ്ച അല്ല 2 ആഴ്ച മേളിലായി. ഇതൊന്ന് ഡിസംബർ 8 തുടങ്ങിയതാണ് നമ്മള്. അങ്ങനെ കൊറേ ദിവസത്തെ ശേഷം ഇന്നാണ് ഒരു ഫ്രീ കിട്ടിയത് അല്ലെ. വീട്ടിലിരിക്കാനും കുറച്ച് സമയമൊക്കെ അല്ലെങ്കിൽ ഇരിക്കാൻ സമയം കിട്ടണ ദിവസം ഏട്ടന് വർക്കുണ്ടാവും. അന്നത്തെ ദിവസം മാത്രമേ ഞാൻ വീട്ടിലുണ്ടാവാറുള്ളൂ കേട്ടാ. ഞാൻ ഏട്ടനും കൂടിയിട്ട് വീട്ടിലേക്ക് തോന്നുന്ന 1 മാസത്തിന് ശേഷം ഇപ്പോഴായിരിക്കും ഒരുമിച്ച് ഇരുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടാ. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ഒട്ടും ഇരുന്നിട്ടില്ല. വേറൊന്നല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മളെ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ വലിയൊരു സ്വപ്നം അതൊക്കെ നടക്കണേന്റെ ഓപ്പണിങ്ങിന്റെ സംബന്ധമായിട്ട് എന്തൊരു കാര്യത്തിനും നമ്മളവിടെ വേണട്ടെ. ഇപ്പൊ പണിക്ക് ആരെങ്കിലും വന്നാലും ഒന്നിനെങ്കിൽ സംശയം ചോദിച്ച് വിളിക്കും, അല്ലെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടി പോവും. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടാതെ കൂട്ടാ. അപ്പൊ നമ്മളവിടെ ഉണ്ടെങ്കിൽ മാത്രം എല്ലാ കാര്യങ്ങളും കറക്റ്റായി നടക്കുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും. പണിക്കാരെത്തുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടാവും. അവരൊക്കെ പോയി 2-3 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. പക്ഷെ നമുക്ക് പിന്നീട് പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ, പണിക്ക് സാധനങ്ങൾ അവരിന്ന് ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ ഞങ്ങൾ തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുത്ത് പണി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഒന്നും അവര് തന്നെ വാങ്ങി കൊണ്ടുവരാറില്ല. അപ്പൊ അതിനോ നടക്കണം. പിന്നെ എല്ലാം പണിയും നോക്കി നിന്നില്ലെങ്കിൽ നമ്മള് പോയ പോലെ തന്നെ എടുക്കുന്നുണ്ടാവും വരുമ്പോഴും. അപ്പൊ നമുക്കിത് ഫാസ്റ്റിൽ തീർക്കണം. നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല നേരത്തെയാണ് പ്രതീക്ഷിച്ചത് ഓപ്പണിങ്. പക്ഷെ പണിയുടെ കാര്യങ്ങൾ കഴിയാണ്ട് ഇങ്ങനെ നീണ്ടു പോയിട്ടാ. ഇപ്പത്തെ എന്തായാലും ഈ ദിവസം നമ്മൾ മാറ്റൂലെന്ന് ഉറപ്പിച്ചിട്ട് ഇരിക്കണത്. അത്രയും ദിവസം നീങ്ങിപ്പോയി. നമുക്ക് ഭയങ്കരമായിട്ട് നീങ്ങിപ്പോയി. 10 കഴിഞ്ഞ് പോയി. പിന്നെ ഞങ്ങള് വിചാരിച്ച ഒരു ലെവലിലല്ല കട വന്നത്. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പണിയും കാര്യങ്ങളും വന്നു. നമുക്ക് എന്ത് കാര്യം നമ്മ എല്ലാവർക്കും തുടങ്ങുമ്പോ ഇതുണ്ടാവും, പക്ഷെ കൂടി വരും. അല്ല, നമ്മള് പിന്നെ ഒരു ചെറിയൊരു ഇതാണ് ചിന്തിച്ചത്. പക്ഷെ അവിടെ നമുക്ക് നല്ലൊരു നമ്മുടെ സന്തോഷത്തിന് നല്ല വലിയത്തിലേക്ക് തന്നെ എത്തി. അപ്പൊ നമുക്ക് അതിനേതുള്ള പണികള് കാര്യങ്ങളൊക്കെ കുറേ നീങ്ങിപ്പോയ ദിവസങ്ങൾ കേട്ടാ. അപ്പൊ അതൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞ വീഡിയോ ഇടാനോ ഇരിക്കാനോ ഒന്നിനും സമയമില്ല. ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ടായില്ല. വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് വീട്ടിൽ പോയപ്പോഴും നമുക്ക് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ വരേണ്ട അവസ്ഥ വന്നു. അപ്പൊ അമ്മയും പറഞ്ഞ അച്ഛനും എന്തായി 2 ക്ഷീണിച്ച് ആകെ രൂപമൊക്കെ പോയി. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ ഓടുമ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലും വിട്ടുപോണ ഒരവസ്ഥയായിരുന്നു. അപ്പൊ അച്ഛനമ്മയും പറഞ്ഞു, നിങ്ങൾ ഇനി ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് വായോ എന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ ഏട്ടന്റെ വർക്ക്, പിന്നെ എഡിറ്റിങ്, പിന്നെ അതാണ് വ്ളോഗ്. നമുക്ക് ഒട്ടും എടുക്കാനോ ഇരിക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടായില്ല. നമ്മൾ ഇപ്പൊ ഇത്രയും ദിവസത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ കാര്യം റിവീൽ ചെയ്യാണ്ട് നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ആൾക്കാർക്ക് റിവീൽ ചെയ്യാണ്ട് അവിടെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ റിവീൽ ചെയ്യാൻ ഇത്രയും വൈകിയത് വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒത്തു വന്ന് എല്ലാം കറക്റ്റായിട്ട് പറയാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കൂട്ടി പറഞ്ഞിട്ട് എന്തെങ്കിലും അതിൽ ശരിയായില്ലെങ്കിൽ അത് നമുക്കൊരു വിഷമമാണ്. അപ്പൊ നമ്മുടെ 2026 പുതിയൊരു തുടക്കം ഞങ്ങളുടെ ജീവിതത്തില് ഭയങ്കര വലിയൊരു തുടക്കമാണ് 2025 സത്യം പറഞ്ഞ അല്ലെ. അല്ല, പറയാനായിട്ട് ഇപ്പൊ നേരത്തെ വീട്ടിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പൊ പറയാനായിട്ട്. എന്നാലും പിന്നെ നമ്മൾക്ക് ഓരോ ദിവസം ഓരോ പണികൾ കഴിഞ്ഞ് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു സന്തോഷം. നമ്മളുടെ വലിയൊരു സ്വപ്നം ഇങ്ങനെ നടക്കാൻ പോണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഓരോ സ്വപ്നങ്ങളും കൊണ്ട് നടക്കണതല്ല. അപ്പൊ അതിൽ ഓരോന്ന് ഇങ്ങനെ സാധിക്കുമ്പോ നമുക്കത് രണ്ടാക്കും ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ രണ്ടാളിലും അല്ലെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വന്ന ആ വഴികൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ വഴിന്ന് ഒരു കഷ്ടപ്പാട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൊറേ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ അതിന്റേതായ സ്ട്രഗിളും നമ്മുടേതായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പറയാത്തത്. അപ്പൊ അതന്നായിട്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ ഓരോ കാര്യം സംസാരിക്കാൻ നമ്മ അത് ആ ഇനാഗുറേഷൻ കഴിയുമ്പോഴേ
ഏട്ടന് എനിക്ക് സമാധാനം. സമാധാനം. സത്യം പറഞ്ഞ ഏട്ടൻ ഞാൻ നടക്കുമ്പോഴും നല്ല ടെൻഷനാണ്. ഇരിക്കുമ്പോഴൊക്കെ അതിന്റെ ടെൻഷനിലാണ് കേട്ടോ. സത്യം പറഞ്ഞ ഞാനും ഇതില് കുറെ ഓടി നടക്കുന്നത് ഞാൻ ഓവറായിട്ട് ടെൻഷൻ ഏറ്റെടുക്കാറില്ല. ഞാൻ പറയും നമുക്ക് ഇതല്ലെങ്കിൽ വേറൊരു സംഭവമായിട്ട് ഇപ്പൊ ഒരു പണിക്കാര് വന്നില്ലെങ്കിൽ ഏട്ടന് ടെൻഷനാണ്. ഞാൻ പറയും ഇവരല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ വിളിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ സൊല്യൂഷൻ ചിന്തിച്ചിട്ട് വേണം നടക്കാൻ. ഏട്ടന് ചെറിയ കാര്യം കിട്ടിയാൽ മതി ടെൻഷനാണ്. അതേ പറഞ്ഞ ഇത്രയും ടെൻഷൻ കുറഞ്ഞ് നടക്കണത് ഞാനുള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏട്ടൻ ഫുള്ള് ഡൗൺ ആയിരിക്കും. കുറച്ചേരം ടെൻഷൻ വരും. ഏട്ടൻ ഓക്കെ വന്നാൽ ശരിയാക്കാം അത് ഇതാക്കാന്നൊക്കെ പറയും. അപ്പൊ നമ്മളെ രണ്ടാളിലും പരിശ്രമം അല്ലേ? അതെ, രണ്ടാളുടെ ഒരുമിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ തന്നെ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആവാൻ പോകണം. അപ്പൊ നമ്മളൊരു കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മള് വലിയൊരു സ്വപ്നം നടത്താന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയൊരു പ്രൗഡാണ്. കാണുന്നവർക്ക് എങ്ങനെയാണ് കേൾക്കുന്നവർക്ക് എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അങ്ങനെ ഇന്നതാ നമുക്ക് ഫുഡൊക്കെ ഇന്ന് ഞങ്ങള് രാവിലെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ആക്കാന്ന് വെച്ചെന്ന് വെച്ചാൽ നല്ലോണം ഞാൻ പറഞ്ഞില്ല നല്ലോണം കിടന്ന് ഉറങ്ങിയിരുന്നു. ഒരു 9 മണിയില്ല 9:30 ഞങ്ങൾ എനിക്കപ്പെട്ടെ. ഞങ്ങൾ പിന്നെ മനഃപൂർവ്വം വളരാനൊന്നും വെക്കാതെ കിടന്ന് ഉറങ്ങിയതാണ്. എന്താ വെച്ചാ നമുക്ക് ഉറക്കില്ല. അതിനിടയിൽ കോള് വന്നോണ്ട് ഞാൻ എനിക്കില്ല. എന്താ നമുക്ക് അല്ലാണ്ട് ഉറക്കില്ല. അപ്പൊ നമുക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ വരികയാണ്. ഉറക്കേണ്ടത് കുറച്ച് ഉറങ്ങണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും വിചാരിച്ചു നല്ല കിടന്ന് ഉറങ്ങാം. അപ്പൊ ഇന്ന് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം. അന്ന് ഷോപ്പിലേക്കുള്ള എനിക്ക് തോന്നുന്ന പള്ളികളിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഗ്ലാസിന്റെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല. അത് റെഡി കുറച്ച് കുറ്റപ്പണിയുടെ ഉള്ളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട്. അത് നമ്മളിന്ന് വാങ്ങാൻ പോയിട്ട് ഡെക്കറേഷൻ ചെയ്യണം. പിന്നെ ആ ചേട്ടൻ നമ്മുടെ കൂടെ ഒരു ചേട്ടൻ വരാന്ന് പറഞ്ഞില്ല. ആ ചേട്ടൻ ഒരു 11 മണി 12 മണി ആവും പറഞ്ഞു വരാൻ. അപ്പൊ ആ ചേട്ടനൊക്കെ ഇനി വീഡിയോയില് കാണിക്കാട്ടെ അവരിനൊക്കെ. അപ്പൊ അത് അവര് വന്നിട്ട് ആ ഡെക്കറേഷൻ നൈറ്റ് ആയിരിക്കും ചെയ്യാൻ ഇരുന്നിട്ട്. നൈറ്റ് എന്തായാലും ഓൾറെഡി അവിടെ പണിയുണ്ട്. ഗ്ലാസിന് എന്തോ പണി കിടക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയൊരു ക്ലീനിങ് ക്ലീനിങ് നടക്കണത്. അപ്പൊ ഇനി ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത് ഉപ്പൊക്കെ വീഡിയോ കൊടുത്തിട്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ അതിന്റെ ഇടയിൽ കോള് വരുമെന്ന് അറിയില്ല. ആരെങ്കിലും അവിടെ പഠിക്കുക നിങ്ങൾ വായു എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് അറിയില്ല. അങ്ങനെ വിളിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് പോവാറുള്ളൂ കേട്ടാ. രണ്ടാളും കൂടി പോവും. അങ്ങനെ പോണം. പിന്നെ അവിടെ പോയിട്ട് എന്താ മീമ അല്ലേ? മീമ കുറേ ദിവസം മീൻ ഹീറോ അവിടെ ഇരിക്കുകയാണ്. ഹീറോക്ക് വയറിന് വയ്യാത്തോണ്ട് പിന്നെ ഫുഡ് അടി കുറവാണ്. അപ്പൊ ഹീറോനെ ഞങ്ങൾ പോയപ്പോ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പൊ ഞങ്ങ എന്താണ് ഇന്നലെ വർക്കുള്ളോണ്ട് എടുക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ വന്നു. പിന്നെ കടയുടെ കാര്യങ്ങളിലിരുന്നു. പിന്നെ വർക്കുള്ളതുകൊണ്ട് ഇന്നലെ ഏട്ടനെ പോയി എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ എനിക്ക് കൊറേ തിരക്ക് വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷെ കൊറേ മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മള് രാവിലെ പോയി വൈകിട്ട് വരല്ലേ. നമ്മള് തമ്മിൽ രണ്ടാളും ശ്രദ്ധിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ ഫുഡ് അടി നമ്മളെപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നമ്മള് ഡിഫറെന്റ് ആയി. അവൻ 3 നേരം ഫുഡ് അടിക്കണ്ടെങ്കിലും ഞങ്ങൾ 1 നേരം കഴിക്കണുള്ളൂ. അത് വേറെ ഒന്നല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശപ്പില്ല കേട്ടോ. നമ്മൾ ഇതിന്റെ ഹാപ്പിനെസ്സിലാണ് നമുക്ക് വിശപ്പില്ല അല്ലെ. വിശന്ന് അങ്ങനെ ബുദ്ധിമുട്ടി ഇരുന്നിട്ടില്ല നമ്മള്. വിശന്ന് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചാണ്. പക്ഷെ നമുക്ക് അത് വിശപ്പ് ദാഹമൊന്നും ഇല്ല. നമ്മൾ ആ ഫുള്ള് ഹാപ്പിനെസ്സിലായിരുന്നു. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി വിഷയങ്ങളൊക്കെ ഇപ്പൊ കാണാം. ബാക്കി പണികളിൽ നമുക്ക് കൊറേ കാര്യങ്ങളുണ്ട്. ഇരുന്ന സമയം കളയണ്ട. അതെ. അപ്പൊ ഇതാ നമ്മള് മീൻകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ മീൻകറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പോലും ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് ഒരു വേറെ റെസിപ്പിയാണ് കേട്ടോ. അമ്മോട് വിളിച്ചു ചോദിച്ചാണ്. ഇന്നാള് ക്രിസ്മസിന് പോയപ്പോ അമ്മ ഉണ്ടാക്കിയ മീൻകറി അല്ലേ? എങ്ങനെയായിരുന്നു അത്? അടിപൊളിയായിരുന്നു. അപ്പൊ സത്യം പറയാൻ ജീവിതത്തിൽ കഴിക്കാത്തൊരു മീനാണെന്ന് ഉണ്ടാക്കാൻ പോണത്. സ്രാവ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിലും വാങ്ങാറില്ല. അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ എന്തായാലും ഏട്ടൻ വാങ്ങിക്കൊടുന്നത് വെച്ചോക്കെ. പിന്നെ എന്തായാലും കഴിച്ചോക്കല്ലേ. കേര തൂക്കിട്ട് പോയത്. എന്താ വെച്ചാൽ നന്നാക്കി കിട്ടുന്ന മീൻ നമുക്ക് പണി വേഗം കഴിയുള്ളൂന്ന് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഏട്ടന് ഇങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇഷ്ടം അല്ലെ. ചെറിയ ചെറിയ മീനുകളായിട്ട് ഏട്ടന് ഇഷ്ടം ഇങ്ങനത്തെ മീനൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് മീൻകറി ഉണ്ടാക്കാല്ലേ. അമ്മ പറഞ്ഞു തന്നപ്പോ നല്ല എളുപ്പമായിരുന്നു റെസിപ്പി അല്ലെ. പറഞ്ഞപ്പോ നല്ല എളുപ്പമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോ ഇനി എന്താവുന്നറിയില്ല. പക്ഷെ മീൻകറി ഉണ്ടാക്കാറുണ്ട്.
ഉണ്ട് അയിലാക്കാറ്. അയിലയാണ് വെക്കാറ്. അത് നമ്മള് നാളികേരപ്പാലൊക്കെ വെച്ചിട്ട്, ഇത് നാളികേരപ്പാലൊന്നും ഇല്ലാണ്ട് ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻകറി. മീൻ കഴുകി വെച്ചിട്ടുണ്ട്. നീ കഴി ആഹാ. അപ്പൊ നമുക്ക് ബാക്കി കയ്യിലൊക്കെ കഴുകിട്ട് പറ്റേ ഇത് ഈ സ്രാവൊക്കെ ശരിക്കും അവര് പടപെടാൻ പറഞ്ഞുണ്ട്, നമുക്കൊന്നും പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞ സ്രാവ് ഇപ്പോഴാണ് പൊതുവെ തുറന്നോക്കിയോടെ ഞാൻ കണ്ടത്. എനിക്ക് ഇങ്ങനെ ഇരിക്കാന്ന് പോലും അറിയില്ല. ചിക്കൻ പീസ് പോലെ ഇല്ലേ? ആ ചിക്കൻ പീസ് പോലെ തന്നെ ഇരിക്കണത് കേട്ടാ. കഴുകിയപ്പോ നല്ല വൃത്തിയായിട്ട് ചിക്കൻ പീസ് ഇരിക്കണ പോലെ തന്നെ തോന്നണത്. മീനിന്റെ മേലില് പുറത്ത് തൊലി ഉണ്ടാവല്ലോ, എനിക്ക് തോന്നുന്നത് തൊലി ഫുള്ളും കളയുന്നുണ്ട് തോന്നുന്നു. മീനിന്റെ പുറത്ത് നമ്മളിപ്പോഴും തൊലി കാണാറുണ്ട്, ഇതിന്റെ പുറത്ത് തൊലി ഇല്ലാട്ടാ. അപ്പൊ ഞാൻ കയ്യേറ്റ് വരട്ടെ. മഞ്ഞപ്പൊടി ഇട്ടൊക്കെണ്ടാ? ഇല്ല, ഞാൻ കയ്യേറ്റിട്ട് ഉള്ളി നന്നാക്കണം. ഓക്കെ. അയ്യോ ഞാൻ തല എണ്ണ വെച്ച് കുളിച്ചിട്ട് കൊറേ ദിവസമായി കുഞ്ഞാ. തലേ ആകെ ചൊറിയാണ് എണ്ണ വെച്ച് കുളിക്കാണ്ട്. കുഞ്ഞ ഇന്നലെ എണ്ണ വെച്ച് കുളിച്ചു. എനിക്ക് വറക്കുള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല ചെയ്യാൻ. കാലത്ത് എനിക്ക് പോയല്ല. എനിക്ക് എണ്ണ വെച്ച എണ്ണ തലയില് പോയാ. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇപ്പൊ ഒരു കോള് പിക്കാറോ കുറച്ച് നേരം കോള് വരും. പോണ്ട ഒരു കാര്യം, ഷോപ്പിന്റെ കാര്യത്തിന് ഓടേണ്ടി വരും. എന്താ 2 ദിവസങ്ങളായിട്ട് വെക്കണം കറിയെ. പിന്നെ കുഴപ്പമില്ലല്ലോ, നാളെ കഴിക്കാം എന്നുള്ള രീതിയിൽ വെക്കണം. പിന്നെ എന്തെങ്കിലും മുട്ട ഓംപ്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ നാളേക്ക് ആണെങ്കിൽ. അങ്ങനത്തെ പരിപാടിയിലാണ്. എന്റെ കോലൊക്കെ ആകെ പോയി. അയ്യോ മൂത്ത് എന്തിലൊക്കെ കഴുകണ, താടി മുടിയൊക്കെ പ്രാന്തലൊക്കെ. ഹീറോ ഞാൻ ഡ്രസ് എന്താണ് ആരെയൊന്നും പറഞ്ഞിട്ടല്ലേ? ഏട്ടന്റെ പെണ്ണിനാണ് കേട്ടാ. ഏട്ടനോട് എനിക്ക് ഡ്രസ് എടുത്തോണ്ടെന്നാ പറഞ്ഞപ്പോ ഏട്ടന്റെ പെണ്ണി ഇന്നലെ ഏട്ടന്റെ പെണ്ണിട്ടാണ് താഴത്തേക്ക് വന്നത്. പിന്നെ അത് മാറ്റിട്ട് ഏട്ടൻ ഒരു ഡ്രസ് എടുത്തോണ്ട് വന്നത് ഏട്ടന്റെ പെണ്ണി തന്നെ എടുത്തു. പക്ഷെ നല്ല സുഖ കറക്റ്റ് പാകാണ്. കറക്റ്റ് പാകാ. ഇന്നലെ എന്റെ പെണ്ണി ഇവിടെ പേരായിരുന്നു, എന്നിട്ട് പെണ്ണിട്ട് നടക്കുന്നുണ്ട്. കറക്റ്റ് പാക. പക്ഷെ നല്ല സുഖമുണ്ട്, ഫ്രീ ആണ് നടക്കാൻ. നമുക്ക് ഡ്രസ്സ് മേലുള്ള പോലെ തന്നെ തോന്നുന്നില്ലെന്ന് പറയാ. എല്ലായിടത്തും കാറ്റ് ഉള്ളിലേക്ക് കയറും അല്ലേ? പിന്നെ ഞാൻ പൊന്നേച്ചിയുടെ വീഡിയോ കോൾ ചെയ്തപ്പോ പൊന്നേച്ചി സെയിം പെണ്ണിട്ട് നിക്കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടന്റെ അല്ലേ? ചേച്ചി ചേട്ടന്റെ സെയിം കളറ് സെയിം പെണ്ണിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനും ഏട്ടന്റെ അവിടെ സെയിം ഇട്ടിരിക്കും. എല്ലാരും അങ്ങനെ തന്നെയാ. എല്ലാരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഡ്രസ്സുകള് ഞങ്ങൾ എടുക്കുക, നിങ്ങള് വേറെ ഒന്നും എടുക്കല്ലേ? നിങ്ങളുടെ അടുത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. പറയും എന്റെ കയറൂല്ല എന്നത്. എന്ത് ഡ്രസ്സല്ല അറിഞ്ഞേ? എന്താണ് ചേക്ക ഡ്രസ് കയറില്ലല്ലോ. ഇട്ടോക്കി ഒരു ഉടുപ്പ് ഇട്ടോക്കിട്ടില്ലേ എന്റെ? അത് ഇട്ടുണ്ട്, ഭയങ്കര ടൈറ്റാണ്. അത് മാത്രം ആകെ കേരള. അത് വലിയ ടൈപ്പ് ആയതുകൊണ്ട് അത് കേറണത്, അല്ലാത്തൊന്നും ഏട്ടന് കേറില്ല. അത് വ്ളോഗ് ഇട്ടുണ്ടായി നമ്മള് ക്യാരക്ടർ ചേഞ്ചിങ്. പക്ഷെ അതും അധികം നേരം കിട്ടില്ല, 10 മിനിറ്റ് പോയിട്ടില്ല. ഞാനിപ്പോ പിന്നെ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് ഡ്രസ് ഇട്ടാലും ആരും അറിയില്ല. അല്ല ആരും അറിയില്ല എന്നല്ല, കാണില്ല നമുക്ക് സുഖ. അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ എന്റെ ഡ്രസ് തന്നെ ഇടാറുള്ളൂ അല്ലെ? ഉള്ളി ചുവന്നുള്ളി എത്ര പറഞ്ഞു? ഒരു 10 ഞാൻ തോന്നുന്നു. കുറച്ചുള്ളി എന്താ വെച്ചാൽ അതിലേക്ക് തക്കാളി അങ്ങനത്തെ ഒന്നുമില്ല. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എന്താ മുളകും പൊടി, മഞ്ഞപ്പൊടി. ഉലുവ ആദ്യം ഇടണം ചട്ടിയില്. അല്ല നന്നാക്കാനൊന്നുമില്ല. ഉലുവ ചട്ടിയിലേക്ക് ആദ്യം ഇടണം. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി മൊരിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഉപ്പിടണം. ഉപ്പമ്മ പറഞ്ഞില്ല കേട്ടാ. മുളകും പൊടി, മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് അതൊന്ന് മണം മാറിക്കഴിഞ്ഞാ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞ. വെള്ളം ഒഴിച്ചിട്ട് അത് കുറുകി വരും. മീനിടണം തിളച്ചിട്ട്. കുറുകി വരുമ്പോഴല്ല നമ്മൾ ലാസ്റ്റ് ഓഫ് ചെയ്യാറാകുമ്പോ വെളിച്ചെണ്ണയും
കറിവേപ്പിനും കൂടി ഇടാനാ പറഞ്ഞത്. കറിവേപ്പില ഇല്ല ഇവിടെ. ഞാൻ എല്ലാത്തിനും മുകളിലുണ്ട്. എനിക്കറിയില്ല. അല്ല പറഞ്ഞത് ഒല്ലിയുടെ അവിടെ കുറച്ച് ഡൗട്ടിനെ അമ്മനെ വിളിച്ചൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഒരു വട്ടം കേട്ടെന്നെ തെറ്റാനില്ലേ. ഇതിപ്പോ മറ്റേ പാലൊഴിച്ച് അങ്ങനത്തെ വഴിയൊന്നുമല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ക്രിസ്മസിന് ഏട്ടനും ഭയങ്കര ഇഷ്ടമായി മീൻകറി ഇല്ലേ? ഭയങ്കര അത് ഞാൻ ചിക്കനും ബീഫൊന്നും കൂട്ടില്ല. മീൻകറി മാംസം കൂട്ടി കഴിച്ചു. അതുപോലെ ചേച്ചി തലേദിവസം ഉണ്ടാക്കി ബീഫ് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്നായിട്ട് ചിക്കൻ എന്റെ അടുത്തില്ല, ബീഫൊന്നും. മീൻകറി തന്നെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ്, നല്ല ചൊടിയൊക്കെ മീൻകറിന്ന്. അതുപോലെ ഷേപ്പിൻ ചേർന്നും പൊന്നേച്ചിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് അന്നമ്മ ഉണ്ടാക്കണപ്പോ എനിക്ക് തോന്നിയത് എളുപ്പമാണെന്ന്. എന്താ വെച്ചാ അമ്മ അത് 10 മിനിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞ. അപ്പൊ എളുപ്പമെന്ന് തോന്നിയതാ ഞാൻ അമ്മോട് ആ റെസിപ്പിനെ ചോദിച്ചത്. ടേസ്റ്റ് ഉണ്ട്, എളുപ്പമാണല്ലോ. പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോ ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ആദ്യമായിട്ടല്ലേ, ഒരു വട്ടം 2 വട്ടമൊക്കെ ഉണ്ടാക്കുമ്പോ ശരിയാവായിരിക്കും. ഞങ്ങളോ ഓണറുടെ വൈഫ്, അതെ ടീച്ചറാണ്, നന്നായി കുക്ക് ചെയ്യും. ഇന്നലെ എന്നിട്ട് നിങ്ങക്ക് കസ്റ്റേർഡ് ഉണ്ടായി. ഞാൻ വിളിച്ചത് ഫുഡ് കഴിക്കാൻ, പക്ഷെ ഞങ്ങൾക്ക് പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. വേറൊന്നല്ലാണ്ട് ഞങ്ങള് ചെറിയ സൗന്ദര്യമാണൊക്കെയായിരുന്നു. പിന്നെ പോവാൻ പറ്റില്ല. പിന്നെ രാജുകാരനോടും ടീച്ചറോടും പറഞ്ഞപ്പോ അവർക്ക് പിന്നെ മനസ്സിലായിട്ടാ. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ പോയിട്ട് കേക്കൊക്കെ കഴിച്ചു. മിഞ്ഞാന്ന് പോവാൻ പറ്റിയില്ല. ഭയങ്കര ഇതാണ്ടാ, അടിപൊളിയാണല്ലേ. നമുക്ക് അവിടെ പോകുമ്പോ സംസാരിച്ചിരിക്കാനൊരു, അവരുടെ വീട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്കിൽ തന്നെയാണ് കേട്ടാ. അപ്പൊ നല്ല രസാണ് നമ്മൾ പോകുമ്പോ സംസാരിച്ചിരിക്കാനൊക്കെ. എനിക്കൊരു ആൾക്കാരുണ്ട് കമ്പനിക്ക്. ഞാനും ടീച്ചറും കുറെ നേരം സംസാരിക്കും. നല്ല രസാ. താലപ്പൊലി ആവാറായി. താലപ്പുഴ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. മറ്റന്നല്ലേ? മറ്റന്നാ കുഞ്ഞിന് താലപ്പൊലി കൊണ്ടിട്ടില്ല, ഇതുവരെ കൊണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാന് ഒരു ദിവസം ഏട്ടൻ വിളിക്കുമ്പോ ഏട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഓർമ്മയില്ലേ? കാറ് സർവീസ് വരുമ്പോ ആകെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെ വന്ന കൊണ്ടുപോകണമെന്നില്ലേ. ഇവിടെ എന്ത് പരിപാടി ഉണ്ട് നേരം പറഞ്ഞാൽ ഞാൻ പറയും വന്ന് എന്നെ കൊണ്ടുപോകണട്ടാ. എനിക്കാണല്ലോ ചെന്നൈ വേടി കോലി വെക്കണ എനിക്ക് അവിടെ എത്തണല്ലോ. എന്റെ ശീലം അങ്ങനെയാണ്. ഇന്നലെ അവള് പെരുന്നാളിന് വരുന്നത്. നമ്മുടെ ഷോപ്പിന് മുന്നിലത്തെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോഴേക്കൊരു സമാധാനമായിരിക്കും. വന്നതിന്റെ ശേഷം നല്ലൊരു പെരുന്നാളുണ്ട്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ. ഇന്നലെ നല്ല പെരുന്നാളായിരുന്നു, അടിപൊളി. നമ്മള് ഷോപ്പിൽ നിന്നാ തന്നെ നമുക്ക് പള്ളിയില് പെരുന്നാളെ കാണാം. കുറെ നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പിന്നെ എല്ലാം പുറത്തിറങ്ങി കണ്ടു. അപ്പൊ അങ്ങനെ പെരുന്നാളൊക്കെ കൂടി എനിക്ക് പറ്റാത്ത കാര്യത്തിലൊക്കെ കേട്ടുന്ന സ്വന്തം കൂടി എത്ര വേണ്ടായിരുന്നു അല്ലേ. നന്നാക്കി വന്നപ്പോ ഇഷ്ടം പോലെ നമുക്ക് പറിച്ചിട്ടാ മതി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത സംഭവത്തിലൊക്കെ എന്നെ കേട്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ല പേടിയാണ് ഒന്നാമത്തത്. ഈ എന്താ പറയാ, വഞ്ചി തൊട്ടിക്കുഞ്ഞാല അത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. അതിലാണ്ട് വേറെ സാധനങ്ങൾ തലകുത്തിക്കണ സാധനങ്ങൾ വേറെ ഉണ്ട്. ഇതേപോലെ ഒരു വട്ടം തൃശ്ശൂർ എക്സ്പോക്ക് പോയിട്ട് അന്ന് ഞാൻ അച്ഛൻ ഗൾഫിലാ. അപ്പൊ ഞാൻ അമ്മയും പൊന്നേച്ചും കൂടി പോയത. അപ്പൊ ഈ കപ്പ് സോസ് അങ്ങനെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അവിടെ. അപ്പൊ അങ്ങനെ ഞാൻ ഒന്നിലും വലിഞ്ഞു കയറാത്ത ആളാണ്. പക്ഷെ ഞാൻ അന്ന് പോയിട്ട് ഞാനും ചേച്ചിയും കൂടി വലിഞ്ഞു കയറി. ഞാൻ വിചാരിച്ച ആദ്യം ഇരുന്നപ്പോ ഒരു ഭയങ്കര പതുക്കെ, പിന്നെ അങ്ങോട്ട് ഒരു സ്പീഡാ കൂട്ടി. പിന്നെ ഞാൻ തുടങ്ങി ഓളി. അമ്മ അച്ഛനൊക്കെ വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ പറയാ എന്റെ അമ്മേനെ അച്ഛനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവമേ നിർത്ത്. ഇങ്ങനെ ഓളി ഭയങ്കരമായിരുന്നു. അവസാനം ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ തലകറങ്ങി വീണ്. എന്നിട്ട് ഞങ്ങൾ എക്സ്പോന്ന് പകുതിക്ക് വെച്ചിട്ട് അങ്ങനെ പകുതിക്ക് വെച്ച് ഇറക്കൂല. പക്ഷെ എനിക്ക് തലകറങ്ങി വീഴാറായി. ഞാൻ തലകറങ്ങി ആകെ അടമ്പായി. എന്നിട്ട് എന്നെ ഇറക്കി. ഇതേപോലെ പണ്ട് അതെ നമ്മുടെ ഇങ്ങനെ തൂഞ്ഞാലില്ലേ ഇങ്ങനെ പിള്ളേർ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കണ അങ്ങനത്തെ ഒരു വട്ടം ഇരുത്തിയിട്ട് ഞാന് കറങ്ങി കഴിഞ്ഞിട്ട് എന്നെ ഇറക്കി നിർത്തിയത്. ഞാൻ തല ഇറങ്ങിയിട്ട് പോയിട്ട് ഒരു കരിങ്കല്ല് പിടിച്ച്.
പിന്നെ അതേപോലെ എന്റെ കാലം ഇപ്പോഴും ഉണ്ടായി പാട് കുറച്ചാള് മുന്നേരെ അമ്മ തമാശക്ക് ഇങ്ങനെ ഇട്ട് കറക്കിയത് കറക്കിന്റെ അവസാനം ഇന്ന് തെറിച്ചീന് പേടിച്ചിട്ട് പിടിവിട്ട് ഞാൻ തെറിച്ചീന്. ചെലപ്പോ ഞാൻ പ്രായം ഈ പ്രായത്തിലെത്തിയപ്പോ മാറിയിട്ടുണ്ടാവണം. പിന്നെ ഞാന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി 7ാം ക്ലാസ്സില് പോയിട്ടും ഞാനൊരു സാധനത്ത് വരില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ടാണ് ആകെ ഒരു ചെറിയ പിള്ളേര് കയറുന്ന പോലത്തേക്ക് കയറിയത്. അതിനും എനിക്ക് ഭയങ്കര പേടിയാ ചെറുപ്പം തൊട്ട് ഹൈറ്റ് അതൊക്കെ ഭയങ്കര പേടിയാ. വെള്ളത്തിനും ഹൈറ്റൊക്കെ എല്ലാം ശരിയാവും. പക്ഷെ പൊന്നേച്ചി അങ്ങനെയല്ല കേട്ടാ. പൊന്നേച്ചി എല്ലാത്തുമേ വലിഞ്ഞു കയറും. എന്താ ചെയ്യല്ല ഇതിലൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അറ്റാക്ക് വരും. ഞാൻ കയറൂല കേട്ടാ. ഏട്ടനും കയറ്റൂല. ഞാൻ കേറാത്തില്ല അല്ലേട്ടാ. നോക്കിയിരുന്നവിടെ രണ്ടു വിളിക്ക് കെട്ടിട്ട് മുകളിലേക്ക് വിടും. കാണുന്നില്ല തോന്നുന്നില്ല ഞാൻ കേറുന്നത്. എത്ര നാളത്തെ സ്വഭാവം കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. അതെല്ലാം മാറ്റാൻ നിക്കണേ. എന്റെ മൂത്രം സത്യത്തില് പേടിച്ചിട്ട് എനിക്ക് പറ്റില്ല. ചിലപ്പോ ചായയില്ലെന്നെ വെച്ചിട്ട് വാള് വെക്കും. നാളെ ഇതേപോലെ തന്നെ പാപ്പന്റെ മോനോട്ട് കേറിയിട്ട് ഷെബിജാന്റെ കൂടെ കേറിയതല്ലേ അവിടെ നിന്ന് ഇറങ്ങിയ വായിച്ചാൽ ഛർദിച്ചു. ചിലവരൊക്കെ അയിമന്നെ വെച്ചിട്ട് വാള് വെച്ചില്ലേ താഴ്ത്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടിട്ട് ശരിയാവണം. വെടിക്കെട്ടൊക്കെ കാണാം. വെടിക്കെട്ടാണോ അതിനൊക്കെ അതും കൊട്ടൊക്കെ കണക്കെ തയ്യാറാണ്. ഇങ്ങനത്തെ റിസ്ക് പരിപാടിക്ക് മാത്രമല്ല. എല്ലാം ശരിയാവും. അപ്പൊ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞ എന്താ ഇഞ്ചി വന്നേക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ അവിടെ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഒരാൾ പോയിട്ട് 7-Upഉം സ്പ്രിൻ്റൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് വേറെ ഒന്നെല്ലാം മുജുവറ്റ ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ പരിപാടി ഉണ്ട് കേട്ടോ മുജുവറ്റ ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനത്തെ മുജുവറ്റ വല്ല ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏട്ടനാണ് ഉണ്ടാക്കാൻ മെയിൻ. ഉപ്പ് സോഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വല്ല ഉപ്പ് സോഡയൊക്കെ വാങ്ങിയിട്ട് ഉപ്പ് സോഡയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ച് ഇഞ്ചിന്ന് എടുത്തുട്ടാ ഏട്ടൻ. അപ്പം ഞാൻ പറയാം എൻ്റെ ഇഞ്ചി എടുത്തൂലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇഞ്ചിയൊക്കെ പിന്നെ എടുത്തുകൊണ്ട് നന്നാക്കാൻ കേട്ടോ. ഏട്ടൻ ഈ വശം വേറെ തെളിവ് മുജിട്ടുണ്ടാക്കിയത് ഉപ്പും ഇഞ്ചി എന്തൊക്കെയോ ഇട്ടിട്ട് ഈ വശത്തെ കുറച്ച് അലമ്പായി പോയിന്ന് ഏട്ടൻ തന്നെ പറഞ്ഞു. ഉപ്പൊക്കെ ഇട്ടിട്ട് വെറുതെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്പ്രിൻ്റൊക്കെ വെച്ചിട്ട് സിറപ്പൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ വശം ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾ പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോയിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഇഞ്ചി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് നന്നാക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തോ ഏട്ടനാ ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയത്ത് വോയിസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് വോയിസ് ഓവർ കൊടുക്കണം. അല്ലെങ്കിൽ വോയിസ് കൊടുത്തേനെ. പക്ഷേ ഏട്ടൻ പാട്ടൊക്കെ പാടുന്ന പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് നേരമുള്ളൂ. എന്നിട്ട് രണ്ടും ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ ഒരേപോലെ ആയോ എന്നൊക്കെ. എന്നിട്ട് ആൾ ഫ്രിഡ്ജിൽ ഫീസറിലും കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പരിപാടിയാണ് ഫീസറിലും കൊണ്ട് വയ്ക്കൽ. എന്നിട്ട് ഫീസറിലും കൊണ്ട് വെച്ച് ഫീസറിലല്ല കേട്ടോ വെച്ചത്. ഈ വശം ഫ്രിഡ്ജിലാണ്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഞാനാണ് അത് ഇറക്കി വെച്ചത്. പിന്നെ ഞാനത് അവിടെ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ എടുക്കലാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മീൻകറി വെപ്പിന് മസാലകളൊക്കെ ആദ്യം കൂട്ടി പാത്രത്തിലിട്ട് വെച്ചോളൂ അല്ലെങ്കിൽ ഇടുമ്പോഴേക്കും കരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ എന്തൊക്കെയോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് ഏട്ടൻ കാണിക്കുന്നത്. സാധാരണ വെക്കുന്ന വെപ്പല്ല കേട്ടോ. ഈ വശം വേറൊരു വെപ്പാണ് വെച്ചത്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അമ്മേനെ മല്ലിപ്പൊടി ഇടാറില്ല പറഞ്ഞു. പക്ഷേ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇട്ടു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ വെക്കാത്തൊരു വെപ്പായതുകൊണ്ട് ഇനി വല്ല ടേസ്റ്റ് കുറവുണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായി. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം ഇട്ടിട്ട് അമ്മ ഒന്ന് വണക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ആദ്യം ഉലുവി ഇട്ടുണ്ടായിട്ടാ. അപ്പോൾ വെക്കാത്തൊരു വെപ്പായതുകൊണ്ട് എനിക്ക് ഫുള്ള് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ചെറിയൊരു കളറ് മാറിയതിൻ്റെ ഉള്ളി ഇട്ടാൽ മതി എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഉള്ളിയൊക്കെ നന്നായി ഇതാക്കി വന്നപ്പോൾ ഞാൻ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതാ തിളച്ച് വന്നപ്പോൾ അമ്മ മീനിടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അങ്ങനെ മീനൊക്കെ ഇട്ടു. പക്ഷേ ഏട്ടൻ പറഞ്ഞു കേട്ടോ ഈ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടന് ഭയങ്കര ഇഷ്ടമായി അല്ലേ ഏട്ടാ? അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഏട്ടൻ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ഫുഡിനൊന്നും അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കുഴപ്പമില്ലാതെ വരാറുണ്ട് കേട്ടോ. കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റിലൊക്കെ വരാറുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയാലും
ഞാൻ അങ്ങനെ ചെയ്യാത്തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം കുക്ക് ചെയ്യാൻ. ഇപ്പം പിന്നെ കുഴപ്പമില്ല, അമ്മോട് വിളിച്ച് ചോദിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരും. അങ്ങനെ പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, മീൻകറി മാത്രം മതി. പിന്നെ നമുക്ക് പുറത്തേക്കും പോകാനുണ്ടായി. അന്ന് തന്നെ വേഗം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷോപ്പിൻ്റെ കാര്യങ്ങൾക്ക് പോകണ്ടേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് മതിയെന്ന്. പിന്നെ എനിക്ക് തുണി കയ്യിലും കുറേ കാര്യങ്ങളുണ്ടായാലും അടുക്കളയിൽ മാത്രം നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറിനായിരുന്നു കേട്ടോ. മീൻകറി വെള്ളവും അച്ചാർ പിന്നെ വാങ്ങാൻ മറന്നു പോയിട്ടാണ് ഏട്ടന്. പക്ഷേ ഈ നേരത്ത് ഞാനവിടെ എന്തൊക്കെയോ കഞ്ഞിവെള്ളമൊക്കെ എടുക്കാനായിട്ട് ഏട്ടനുള്ളത്. ഏട്ടന് ചോറ് ഉണ്ണുമ്പോൾ കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളവും കാര്യങ്ങളൊക്കെ ഉപ്പിട്ട് എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഏട്ടൻ തന്നെയാണ് ഫുള്ള് വിളമ്പലും കാര്യങ്ങളൊക്കെ. പിന്നെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഞാൻ അപ്പം കണ്ടിട്ടുണ്ടായില്ല കേട്ടോ വീഡിയോ എടുക്കല്. ഫുൾ സ്റ്റാൻഡും വെച്ച് കണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നും ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് എന്തോ എനിക്ക് ആ വീഡിയോ വെക്കാൻ പോയതാണ്. അപ്പം ഞാനിപ്പോഴും കിച്ചണിൽ വന്നിട്ടില്ല, എന്തൊക്കെയോ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മീൻകറി കൂട്ടി ചോറിൻ്റെ കുറച്ച് ദിവസമായി ഉണ്ടായിട്ട് മീൻകറി ഒന്നും വെക്കാനുള്ള സമയം കിട്ടിയായിരുന്നില്ല, വല്ല ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ അടിപൊളി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഏട്ടനും ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ഈ മീൻകറി അല്ലേട്ടാ. നമുക്ക് ചോറുണ്ടിട്ട് പുറത്തേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേഗം ചോറിനായിരിക്കും കേട്ടോ. അപ്പം ഇനി ബാക്കി പുറത്ത് പോകണ കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ 10:45 ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് ഇന്ന് പോക്ക് 1 മണിയാവുന്ന തോന്നുന്നത്. നാളെ രാവിലെ എറണാകുളത്തേക്ക് പോണം. അപ്പൊ ഇന്ന് ഉറക്കമില്ലാത്ത ദിവസമാണ്. അപ്പൊ ഇന്നത്തെ അതെ. വീഡിയോ ഇത്രയുള്ളൂ. അവിടെ പരിപാടി ഉണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ പോണതിന്റെ സൗണ്ട് നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. തൊട്ട് ഹൈവേ വേണ്ടതേ കേട്ടാ, ഇത് എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവയുടെ അപ്പൊ തൊട്ട് നമുക്ക് ഫ്രണ്ടിലാണ്. പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. എന്താ 1 മണി വരെ കുളച്ചിരിക്കേണ്ടതല്ലേ. അതെ, നമ്മളിവിടുന്ന് പോയാ അവര് വേറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഇതിപ്പോ ഒരു ഡോറ് വെച്ച് ശരിയാവേണ്ട രണ്ടാമത്തെ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പൊ നമ്മളിവിടുന്ന് പോയാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1 മണി വരെയിലും 2 മണി വരെയിലും അവരുടെ പണി തീരെ ഇവിടെ ഇരിക്കണം. അവരോട് വിളിച്ച് ഇന്നൊക്കെ എന്നെ വരുത്തിച്ചതാണ് കേട്ടാ. അല്ലെങ്കിൽ നാളെ നീളെ അതാണ് അല്ലാതെ അവസ്ഥ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരാം. ബൈ.